ഓം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മദ്രേ വാസിഷ്ഠായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. മഹാഭാരതം കിളിപ്പാട്ട് പൗലോമ പർവമാണ് നമ്മൾ കേട്ടുകൊണ്ട് ഇരിക്കുന്നത്. ഭൃഗുവിൻ്റെ പത്നിയായിരിക്കുന്ന പുലോമയെ സംബന്ധിച്ച കഥ ഉൾക്കൊള്ളുന്നത് കൊണ്ടുകൂടിയാണ് പൗലോമ പർവം എന്ന് പറയുന്ന പേര് ഈ ഭാഗത്തിന് വന്ന് ഭവിച്ചത്. അങ്ങനെയുള്ള ഈ പൗലോമ പർവത്തില് ഭൃഗുകുല വിസ്താരം, അതിൽ തന്നെ ചവനോത്ഭവവും അഗ്നിശാപവും, ഇതാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ഭാഗം. ശൗനകാദികള് കഥകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൂതനോട് ചോദിക്കുകയുണ്ടായി, ഭൃഗുകുലത്തെ പറ്റിയിട്ട് വിസ്തരിച്ചൊന്ന് കേൾപ്പിക്കണം. അപ്പോഴാണ് അതിലേക്ക് കിടക്കുന്നു. സൂതൻ പറഞ്ഞു കൊടുത്തു, ഇന്ദ്രാദി ദേവന്മാരാല് ശ്ലാഘിക്കപ്പെടുന്ന കുലമാണ് ഭാർഗവ കുലം. ആ ഭൃഗുവംശത്തെ പറ്റിയിട്ട് ഞാൻ പറയാം. ബ്രഹ്മാവിൽ നിന്ന് വരുണം നടത്തിയ ബ്രഹ്മയജ്ഞത്തിൽ വെച്ചുകൊണ്ട് അഗ്നിയിലൂടെ ഭൃഗു ജനിച്ചു. ഭൃഗുവിൻ്റെ ഇഷ്ട സന്തതിയായ ഭാർഗവനാണ് മഹാനായിരിക്കുന്ന ചവനൻ. ചവനന്റെ പുത്രൻ ധാർമ്മികനായിരിക്കുന്ന പ്രമതി. പ്രമതിക്ക് കൃതാജിയില് രുരു എന്ന് പറയുന്ന ഒരു മകനുണ്ടായി. രുരുവിന് പ്രമദ്വരയില് മഹാധാർമ്മികനായ ശുനകനുണ്ടായി. ആ ശുനകന്റെ മകനാണ് വേദപാരംഗനായ അങ്ങയുടെ പിതാമഹൻ. അദ്ദേഹം തപസ്സും യശസ്സും ജ്ഞാനവും ഒക്കെ ചേർന്ന സത്യവാദിയും ധർമ്മിഷ്ഠനുമായിരിക്കുന്നയാളാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശൗനകൻ ചോദിക്കുകയാണ്, ചവനന് എങ്ങനെയാണ് ആ പേര് വന്ന് ഭവിച്ചത്? അപ്പോഴാണ് ചവനോത്ഭവത്തിലേക്ക് സൂതൻ കടക്കുന്നത്. പുലോമ എന്നായിരുന്നു ഭൃഗുമഹർഷിയുടെ പത്നിയുടെ പേര്. സൽഗുണങ്ങളൊക്കെ നിറഞ്ഞ ഇവള് ഭൃഗുവിന്റെ വീര്യത്താല് ഗർഭിണിയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഭൃഗുമഹർഷി സ്നാനത്തിനൊക്കെ ആയിട്ട് പോയ സമയത്ത് പുലോമൻ എന്നു പേരായിരുന്ന ഒരു രാക്ഷസൻ, ഈ രാക്ഷസൻ പണ്ട് ഈ പുലോമിയെ കാമിച്ചിരുന്നയാളാണ്, വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നയാളാണ്. പക്ഷേ ഈ പുലോമയുടെ പിതാവ് വിവാഹം കഴിച്ചു കൊടുത്തത് ഭൃഗു എന്ന് പറയുന്ന മഹർഷിക്കാണ്. അപ്പോൾ അവന്റെ മനസ്സിൽ, ഈ രാക്ഷസന്റെ മനസ്സിൽ പുലോമയുടെ ഒരു പഴയ ചിത്രം ഇങ്ങനെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. ഇവളെ കണ്ടു കഴിഞ്ഞപ്പോൾ കാമപരവശനായിക്കൊണ്ട് ഇവളെ അപഹരിക്കാനൊക്കെ ആയിട്ട് തയ്യാറായി ഉറപ്പിച്ചു മനസ്സിൽ ഈ രാക്ഷസൻ. ആരെങ്കിലും ഉണ്ടോ ഒക്കെ എന്ന് ചുറ്റും നോക്കിയപ്പോഴാണ് എരിഞ്ഞുകൊണ്ടിരുന്ന അഗ്നിയെ കാണാൻ ഇടയായി. അഗ്നിയോട് ചോദിച്ചു, ഇവള് ആരുടെ പത്നിയാണ്? ഞാൻ പണ്ട് സ്നേഹിച്ചിരുന്ന പുലോമ എന്ന് പറയുന്ന ആ സ്ത്രീ ഭൃഗുവിന്റെ ഭാര്യയായി പിന്നീടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭൃഗുവിന്റെ പത്നിയാണോ ഇവള് എന്ന് അങ്ങനോട് പറയുക. അഗ്നിദേവനോട് ഈ പുലോമ രാക്ഷസന്റെ ചോദ്യമാണ്. ഇത് കേട്ടിട്ട് അഗ്നി ഒന്നും ഉരിയാടിയില്ല. അലസമായിട്ട് കത്തുന്ന അഗ്നിയോട് പുലോമൻ വീണ്ടും ചോദിച്ചു, നീയാണ് പുണ്യപാപങ്ങളുടെയൊക്കെ സാക്ഷി, അതുകൊണ്ട് സത്യം പറയുക, ഞാൻ കാമിച്ചിരുന്ന ആ പുലോമ തന്നെയല്ലേ ഇവള്? അന്യായമായിട്ടല്ലേ ഭൃഗുമഹർഷി ഇവളെ ഭാര്യയാക്കിയത്? അങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ ഇവളെ ഇപ്പോൾ തന്നെ ബലാത്കാരമായിട്ട് കൊണ്ടുപോകും അങ്ങയുടെ മുമ്പിൽ വെച്ച്. ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മസങ്കടത്തിലായ അഗ്നി അസത്യത്തെ ഭയന്നുകൊണ്ട് സത്യത്തെ അങ്ങ് ബോധിപ്പിച്ചു. അങ്ങ് ഇവളെ വരിച്ച ആളൊക്കെ തന്നെയാണ്, പക്ഷേ മന്ത്രവിധി കൊണ്ട് അങ്ങ് വിവാഹം കഴിച്ചില്ല. അപ്രകാരത്തില് എന്നെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഭൃഗുമഹർഷി ഇവളെ വിവാഹം കഴിച്ചത്. ആ സ്ഥിതിക്ക് എനിക്ക് നുണ പറയാൻ വയ്യ, ഇവള് ഭൃഗുവിന്റെ പത്നി തന്നെയാണ്. അഗ്നിയുടെ ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ രാക്ഷസൻ മറ്റൊന്നും ചിന്തിക്കാതെ ഒരു പന്നിയുടെ രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് ബലാത്കാരമായിട്ട് ഇവളെയും എടുത്ത് വായുവേഗത്തിൽ ഓടിപ്പോയി. ആ സമയത്ത് പെട്ടെന്ന് ഇവളുടെ വയറ്റിലെ ഗർഭം ഇളകി ചവനം ചെയ്തു. അങ്ങനെ പുറത്തേക്ക് വന്ന ശിശുവാണ് പിന്നീട് ചവനൻ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടാൻ ഇടയായത്. അപ്പൊ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന അഭൂമമായിരിക്കുന്ന തേജസ്സോട് കൂടിയിരിക്കുന്ന ഈ കുട്ടിയെ കണ്ട ഉടനെ തന്നെ പുലോമൻ എന്ന് പറയുന്ന രാക്ഷസൻ ആ തേജസ് ഏറ്റ് ഭസ്മമായിട്ട് പോയി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ
ഭൃഗുവിന്റെ ഭാര്യ പുലോമ വളരെ വിഷാദത്തോടു കൂടിയിട്ട് ആശ്രമത്തിലേക്ക് ഈ കുഞ്ഞായിരിക്കുന്ന ചവന്നെയും എടുത്തുകൊണ്ട് തിരികെ പോയി. ദുഃഖിച്ചുകൊണ്ട് ആശ്രമത്തിൽ തേങ്ങിക്കൊണ്ടിരുന്ന ഈ പുലോമയെ ബ്രഹ്മദേവൻ വന്ന് ആശ്വസിപ്പിച്ചു. ധാരമുറിയാതെ ഒഴുകിയിരുന്ന അവളുടെ കണ്ണുനീര് ഒരു നദിയായിട്ട് മാറി എന്ന വധൂസര എന്ന് പറയുന്ന പേരില് പ്രശസ്തമായ ഒരു നദിയായിട്ടത് മാറി. ശവനാശ്രമ ഭാഗത്തേക്ക് ഇന്നും ആ നദി ഒഴുകുന്നുണ്ടെന്നാണ് പറയുക. തിരികെ വന്ന ഭൃഗുമഹർഷിയാകട്ടെ തന്റെ പത്നിയെയും ശവനെയും ഒക്കെ കണ്ട് വിവരങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കോപിച്ചു. പുലോമയോട് ചോദിച്ചു, ആരാണ് ആ രാക്ഷസനോട് നീയാണ് എൻ്റെ പത്നി എന്നുള്ള സത്യത്തെ ബോധിപ്പിച്ചത്? പറയൂ, ആര് തന്നെയായാലും അവനെ ഞാനിപ്പോൾ ശപിക്കുന്നുണ്ട്. ഇത് കേട്ട മാത്രയിൽ പുലോമ പറയുകയുണ്ടായ അഗ്നിദേവനാണ് ഈ കാര്യം സത്യത്തെ വെളിപ്പെടുത്തിയത്. ഇത് കേട്ടതോട് കൂടിയിട്ട് ഭൃഗുവിന്റെ കോപം ശാപമായിട്ട് അഗ്നിയുടെ മേല് വന്ന് പതിച്ചു. അല്ലയോ അഗ്നി, നീ സർവഭക്ഷകനായിട്ട് തീരട്ടെ എന്നാണ് ശാപം നൽകിയത് ഭൃഗുമഹർഷി. ശാപഗ്രസ്തനായിരിക്കുന്ന അഗ്നിദേവൻ ആ ബ്രാഹ്മണനോട് ഭൃഗുമഹർഷിയോട് ചോദിക്കുകയുണ്ടായി, അല്ലയോ ബ്രാഹ്മണൻ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ശപിച്ചത്? ധർമ്മ യജ്ഞം ചെയ്യുന്നവനും സത്യം പറയുന്നവനും ഒരേ ഫലമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സത്യം പറയുന്നത് എങ്ങനെയാണ് അധർമ്മമാകുക? അസത്യം പറയുകയാണെങ്കിൽ സ്വന്തം കുലത്തിലെ മേൽകീഴായിട്ട് 7 തലമുറകൾ നശിച്ചു പോകും എന്നുമുണ്ട്. സത്യം അറിഞ്ഞ് അത് പറയാതിരിക്കുന്നവൻ തീർച്ചയായിട്ടും പാപിയാണ്. അങ്ങേ ശപിക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് എങ്കിലും അങ്ങ് ആദരണീയനായിരിക്കുന്ന ഒരു ബ്രാഹ്മണനാണ് എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. ചില കാര്യങ്ങൾ എങ്കിലും ഞാൻ പറയാം. മൂർത്തിഭേദം പൂണ്ട ഞാന് അഗ്നിഹോത്രം, മകം, സത്രം, ഇതര ക്രിയകൾ തുടങ്ങിയവയിലെല്ലാം നിലകൊള്ളുന്നുണ്ട്. വേദവിധി അനുസരിച്ച് എന്നിലെ ഹോമിക്കപ്പെടുന്ന ഹവിസിലൂടെ ദേവപിതൃക്കള് തൃപ്തരാകുന്നു. ദേവപിതൃക്കൾക്ക് മുഖമായിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് സർവഭക്ഷകനായിട്ട് മാറുക? അങ്ങ് എന്നെ ശപിച്ചു, എനിക്ക് തിരികെ അങ്ങയെ ശപിക്കാനുള്ള കഴിവുണ്ട് എങ്കിലും ഞാനത് ചെയ്യുന്നില്ല. എനിക്ക് നിന്നെപ്പോലെ അജ്ഞാനം ഉണ്ടാകരുതല്ലോ. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നല്ലത് ശമമല്ലോ നല്ലവർക്കെല്ലാവർക്കും, കല്യാണം അതിൽ പരമില്ല. അഗ്നിദേവന്റെ വാക്കുകളാണ് കിളിപ്പാട്ട് ഭാരതത്തില്. നമ്മൾ ശ്രദ്ധിക്കണം. ശമമല്ലോ നല്ലവർക്കെല്ലാവർക്കും. പെട്ടെന്ന് ഒരു കോപത്താൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധ്യമാകും. കോപം അടങ്ങി കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ അഗ്നിദേവൻ പറയുന്ന വാക്കുകൾ വളരെയധികം ചിന്തനീയമാണ് എന്ന് ചുരുക്കം. ഏതായാലും അഗ്നിദേവൻ തന്റെ രോഷമടക്കി സ്വയം ചിന്തിച്ച് അവിടെ നിന്ന് വിരമിച്ചു. ദ്വിജന്മാരുടെ അഗ്നിഹോത്രം, യജ്ഞം, സത്രം എന്നിവകളില് സ്വതാസ്വാഹകള് ഇല്ലാതെയൊക്കെയായി മാറിയ അവസ്ഥയായി. അഗ്നിയില്ലാതെ ജനങ്ങള് സങ്കടത്തിലായി. ഈ ദുരവസ്ഥയെ തരണം ചെയ്യാനായിട്ട് മഹർഷിമാരെ, ദേവന്മാരെ സമീപിച്ചു. അഗ്നിനാശത്താല് കർമാനുഷ്ഠാനങ്ങളും ചടങ്ങുകളും ഒന്നും യഥാവിധി നടത്തുവാനൊക്കെ ആയിട്ട് കഴിയുന്നില്ല. ഇവയുടെ അഭാവത്തില് 3 ലോകങ്ങളും വിഷമിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് വിവരമൊക്കെ ഉണർത്തിച്ചു. ദേവർഷികൾ പറഞ്ഞു, ഭൃഗു ശപിച്ചത് കൊണ്ടാണ് ദേവകൾക്ക് മുഖവും യജ്ഞഭാഗങ്ങൾക്ക് അഗ്രബുക്കുമായ അഗ്നി സർവഭക്ഷകനായിട്ട് മാറിയത്. വിവരമറിഞ്ഞ ബ്രഹ്മദേവൻ അഗ്നിയെ അരികിൽ വിളിച്ചിട്ട് സൗമ്യതയോട് പറഞ്ഞു, സർവലോകത്തെ സൃഷ്ടിക്കുന്നതും ഭരിക്കുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നതും സംഭരിക്കുന്നതും നീയ തന്നെ ആണ്. അതുകൊണ്ട് അങ്ങ് എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? സർവഭാവ രൂപങ്ങളാലും ഭവാൻ ഒരു കാലത്തും സർവഭക്ഷകനായിട്ട് തീരില്ല. അഗ്നിയായ ഭവാൻ അശുദ്ധ സ്ഥല ജ്വാലതിന് സർവവും ജ്വാലയാല് അഗ്നിയായിരിക്കുന്ന ഭവാൻ അശുദ്ധ സ്ഥല ജ്വാലയാല് സർവഭുക്തകനാകുന്നു. മാംസഭക്ഷകനായ നിന്റെ തനു സർവവും ഭക്ഷിച്ചുകൊള്ളും. ദിവ്യമായിരിക്കുന്ന സൂര്യരശ്മി ഏൽക്കുമ്പോൾ സർവം ശുദ്ധീകരിക്കുന്നത് പോലെ നിന്റെ നാളങ്ങളിൽ എരിഞ്ഞതെല്ലാം ശുദ്ധമാകും. അല്ലയോ അഗ്നി,
സ്വയം ഉത്കൃതനായി നീ പരമജ്യോതിസാണെന്ന് സർവരാലും സമ്മതമായിരിക്കുന്ന കാര്യമാണല്ലോ. മഹർഷിയുടെ ശാപം സത്യമാകട്ടെ. മകത്തിൽ ഹോമിക്കുന്ന ദേവഭാഗം നീ വാങ്ങുക. നീ സ്പർശിക്കുന്നതെല്ലാം ശുദ്ധമാകുന്നു. നിന്നെ അശുദ്ധമാക്കാൻ ആർക്കും കഴിയുന്നതല്ല. അങ്ങനെ ബ്രഹ്മദേവന്റെ സാന്ത്വനം, ഉപദേശം ഇതൊക്കെ കേട്ട് അഗ്നിക്ക് ആശ്വാസമായി. തൻ്റെ കർമ്മങ്ങൾ വീണ്ടും അനുഷ്ഠിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. കർമാനുഷ്ഠാനങ്ങൾ വീണ്ടും പഴയപടി തന്നെ ആരംഭിച്ചു, നടന്നു തുടങ്ങി. അങ്ങനെ ഭൂമിയിൽ മനുഷ്യരും പിന്നീട് ദേവകളും ഒക്കെ ആഹ്ലാദിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. കൽമഷമൊക്കെ മാറി അഗ്നിദേവനും നന്മയാർന്ന് വിളങ്ങി. അപ്പോൾ ഇങ്ങനെ ചവനോത്ഭവവും അഗ്നിദേവന് ലഭിക്കുന്ന ശാപത്തെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് പൗലോമപർവ്വതത്തിൽ കേട്ടത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണപാദാരവിന്ദാർപ്പണമസ്തു.